ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. ഞാൻ എപ്പോൾ ഐ ജിയിൽ വരുമെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ അത് മാസ്റ്റർ ആയിരുന്നു. ഈ ദിവസം അടുക്കും തോറും മാസ്റ്റർ ഞാൻ ഐ ജിയിൽ വരാൻ വേണ്ടി കാണിച്ച സാഹസങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ എപ്പോഴാ വരാ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ട് എല്ലാ ഫ്രണ്ട്സും മിസ് ചെയ്ത പോലെ തന്നെ ഞാനും മിസ് ചെയ്തിരുന്നു. വളരെ സന്തോഷം തോന്നിയത് ഹിഡൻ പ്ലേസ് ഇട്ട് തന്നപ്പോൾ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്ത് അവിടെ പോയെന്ന് ഇൻസ്റ്റാ വഴിയും മറ്റ് സംസാരം വഴിയും അറിഞ്ഞപ്പോഴാണ്. എനിവേ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെപ്റ്റംബർ 30 12 മണിക്ക് തന്നെ ഞാൻ ഐ ജിയിൽ കയറിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ മാസ്ക് ഇട്ട് കണ്ടു. ഒടുവിൽ മാസ്റ്ററിനെയും HS വെച്ച് കണ്ടു. ഞാൻ വന്നെന്നറിഞ്ഞ നന്ദുവും HS വന്നു. രാത്രി ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ കാണാൻ സാധിച്ചില്ല. അതിനിടയിൽ മാസ്റ്റർ സേഫ് സോണിൽ അടിയുണ്ടാക്കിയത് കാരണം അഡ്മിൻ ജയിലിൽ പോയായിരുന്നു. സോ കൂടുതൽ ആലോചിക്കാതെ മാസ്റ്ററിന്റെ പിള്ളേരും ഞാനും ജയിലിലോട്ട് തന്നെ പോയി. ആഘോഷം ജയിലിലാവാമെന്ന് കരുതി. ബട്ട് വന്ന അന്ന് തന്നെ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ടാക്സി സ്റ്റാൻഡിൽ വെച്ച് റോബാണെന്നും പറഞ്ഞ് എന്നെ ചവിട്ടിക്കൊന്ന ഒരാളുണ്ട്. അന്ന് കോമ്പാറ്റ് ലോഗിൻ അടിച്ചു പോയ അവനെ ഇന്നലെയാണ് കണ്ടത്. രക്തം കണ്ടിട്ട് ഇനി കളി മുന്നോട്ട് പോകുള്ളൂ എന്നായി എൻ്റെ തീരുമാനം. HP സൈഡിലുണ്ടായിരുന്ന അവനെ മാസ്റ്ററും പിള്ളേരും പൊക്കി HS കൊണ്ടിട്ടു. HS കണ്ട അവനും ഞാനുമായി ഫിസ്റ്റ് ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ ജയിലിൽ പോയതുകൊണ്ട് കയ്യിൽ ഗണ്ണില്ല. ഒടുവിൽ ചവിട്ടിക്കൊന്ന ഇവനെ അടിച്ച് ഞാൻ ഡൗൺ ആക്കി. ഇതിനിടയിൽ ഇവൻ ആരെയൊക്കെ കോൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവൻ HS ട്രാപ്പായെന്നൊക്കെ. കൂടുതൽ താമസിക്കാതെ തന്നെ ഇവനെ രക്ഷിക്കാൻ പിള്ളേർ വന്നു. കാര്യം തിരക്കാൻ പോയ ഞങ്ങളെ ദൂരത്ത് നിന്ന് കുറച്ച് പേർ ചേർന്ന് ഫയർ ചെയ്തു. ഗണ്ണുള്ള ഒരേ ഒരാൾ അത് മാസ്റ്റർ ആയിരുന്നു. മാസ്റ്റർ ഒറ്റയ്ക്കായതിനാൽ HP പോയി എൻ്റെ ബൈക്കിൽ നിന്നും ബീസ്റ്റാഷിൽ വല്ലതും ഗണ്ണുണ്ടോ എന്ന് തപ്പി. ഗണ്ണൊന്നും കിട്ടിയില്ല. ഒറ്റയ്ക്കായിരുന്ന മാസ്റ്ററിനെ അവർ ആക്രമിച്ച് കീഴടക്കി. കൂടുതൽ താമസിക്കാതെ തന്നെ ഫിനിഷാക്കി വിട്ടു. തൻ്റെ മാസ്റ്ററിനെ അന്വേഷിച്ചു പോയ എന്നെയും അവർ കീഴ്പ്പെടുത്തി ഫിനിഷ് ചെയ്ത് വിട്ടു. സുറുക്ക് സതീഷ് ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും ഫിനിഷായി. ഈ സമയം റോക്കി സാബു ഡെഡ് ആവാതെ അവിടെ തന്നെ പിടിച്ചു നിന്നു. നടന്നതെല്ലാം മറന്ന മാസ്റ്ററിനെ വിളിച്ച് റോക്കി കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ 2ാമത്തെ സിറ്റിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ആയി. ഗണ്ണില്ലാതെ ഞങ്ങൾ എന്ത് കാണിക്കാനാ? എൻ്റെ ഫാഗ്യോ അന്വേഷിച്ച് പാരച്യൂട്ട് വരെ പോയി പാർക്ക് ചെയ്ത് ഇട്ടിരുന്ന ഫാഗ്യോയിൽ നിന്നും എൻ്റെ ഗണ്ണെടുത്തു. കൂടെയുള്ള പങ്കാളികൾക്കും കൊടുത്തു. ഇവരെ തപ്പി ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. കുറെ അന്വേഷിച്ചിട്ടും അവരെ കാണാൻ സാധിച്ചില്ല. പ്രിയോറിറ്റി അവൈലബിൾ ആയതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഇട്ട് കിട്ടാക്കാമെന്ന് കരുതി. HSന്റെ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങളെ ഇവന്മാർ വെഹിക്കിളുമായി വന്ന് ഞങ്ങളുടെ വെഹിക്കിളിൽ ഇടിച്ചു. വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വാർണിംഗ് ഫയർ ചെയ്തു. ഇത്തവണയും അവന്മാർ എസ്കേപ്പ് ആയി. ഞാൻ വന്ന ആദ്യ ദിവസമല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് മാസ്റ്റർ പറഞ്ഞു. മാസ്കും ഓഫ് ചെയ്ത് ഞങ്ങൾ HP പോയി. അവിടെ ഇവന്മാർ വന്നു ഞങ്ങൾ സിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾക്ക് സിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഫിനിഷാക്കി വിട്ടതാണെന്നും പറഞ്ഞ് അവർ വാദിക്കാൻ തുടങ്ങി. മാസ്റ്ററും ഞങ്ങളും റെസ്പോണ്ട് ചെയ്തില്ല. ഞങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞ് ഇവന്മാർ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. എന്നാ അങ്ങനൊന്നുമല്ല, ഞാൻ പ്രതികരിച്ചു. മൈക്ക് പോലും ഓണാക്കാത്ത ഞാൻ ഒടുവിൽ അതിനെതിരെ മൈക്ക് ഓൺ ചെയ്ത് പ്രതികരിച്ചു. 2ാമത്തെ സിറ്റ് ഞങ്ങൾ ഇൻക്ലൂഡ് ആയത് എങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങി. ഇനി ഇവന്മാരെങ്ങനെ സിറ്റ് എടുത്തതെന്ന് പറഞ്ഞു തരാം. ഡാമേജ് ആയ വെഹിക്കിൾ റിപ്പയർ ചെയ്യാനായിട്ട് ഒരു മെക്കാനിക്ക്, ഫാക്ഷൻ പവർ അബ്യൂസ്, പവർ ഗെയിമിംഗ് അല്ലേ ബ്രോ ഇതൊക്കെ. അതുപോലെ ഡ്യൂട്ടി നിൽക്കുന്നത് രാത്രി 3 മണിക്കാണെന്ന് ഓർക്കണം. പിന്നെ 2ാമത്തെ സിറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു ഇത് അവർക്കില്ല. കാരണം ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് ഇടിച്ച ഇവരെ ഫയർ ചെയ്ത ഞങ്ങളാണ് ആ റോബേഴ്സ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ലിയോ വില്യംസ് ഇതിനെ ഡിഫെൻഡ് ചെയ്തായിരുന്നു. ചർച്ചിലോട്ട് പോകുന്ന വഴി മാസ്റ്റർ മാസ്ക് ഇടുന്നത് അവർ കണ്ടെന്ന്. ഓക്കെ ശരി, അവിടുന്ന് മാസ്ക് ഇടുന്ന കണ്ട ഞങ്ങൾ തന്നെയാണ് HSനടുത്ത് ഫയർ ചെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇവർക്ക്? രണ്ടും 2 സ്ഥലത്താണ്. ഞങ്ങൾ മാസ്ക് ഇടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പ്രോപ്പർ RP ഇവർ കൊണ്ട് കളഞ്ഞു. സിറ്റുവേഷൻ വളരെ മോശമായത് കാരണവും വന്ന അന്ന് തന്നെ ഹെയ്റ്റ് അടിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും സിറ്റുവേഷൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നൊരു കാര്യം, 12 ഡേയ്സ് ബാൻ ആവാൻ കാരണം തന്നെ ഡിക്രൂസ് ആണ്. TRT സെറ്റിൽ അവന് ഹൈ ഡാമേജ് കിട്ടിയതിനെ തുടർന്നായിരുന്നു ഇത് തുടങ്ങിയത്. അൺബാൻ അപ്പീൽ ടിക്കറ്റിൽ ഞാൻ പറയുന്നതൊക്കെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ വന്നായിരുന്നു. കൂടുതൽ ആലോചിക്കാതെ തന്നെ ഞാൻ ആ ബാൻ ആക്സെപ്റ്റ് ചെയ്തു. അൺബാൻ ആയ ശേഷം ഡിക്രൂസിനെതിരെ ഞാനൊരു ടിക്കറ്റ് വലിച്ചു. അവൻ ഇൻവിസിബിലിറ്റി യൂസ് ആക്കുന്നുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾ നേരെ നോക്കിയാൽ മനസ്സിലാവും അവന് ഡാമേജ് കിട്ടുന്നില്ല എന്ന്. താഴെ എനിക്ക് ഡാമേജ് കയറുന്ന നോട്ടിഫൈ കാണാം. അവനെ ഫയർ ചെയ്യുമ്പോൾ അവന് ഡാമേജും കയറുന്നില്ല, ഒരു നോട്ടിഫൈയും വരുന്നില്ല. അവന് ബാൻ കിട്ടുമെന്ന് വിചാരിച്ച് എനിക്ക് കയറ്റി. അവൻ 100 കഥകൾ പറഞ്ഞ് ഊരിപ്പോന്നു. നിങ്ങൾ തന്നെ നോക്കിയേ, 2 ദിവസം സംസാരമാണ് 1 മണിക്കൂറിൽ അവൻ സംസാരിച്ച് തീർത്ത്. എല്ലാം പോട്ടെ, ഇനി അവന്റെ പുറകെ വെറുതെ വള്ളി പിടിക്കാൻ ഞാനില്ല. ഞാൻ വല്ലാതെ ആക്സിജോമും ചെയ്ത് ജീവിച്ചോളാം. ഇനി അതല്ല, അവൻ അയ്യപ്പനും കോച്ചിങ് സീസൺ തുടങ്ങണമെന്നാണെങ്കിൽ ഞാൻ റെഡിയാ. ഇത് പറയാൻ കാരണം വെറുതെ പോയ എന്നെ ചുമ്മാ PD പിടിച്ചോണ്ട് പോയി ചെക്കിംഗ് ആണെന്നും പറഞ്ഞ് PDയിലോട്ട് പോയിട്ടായിരുന്നു. ഞാൻ ഓടിച്ച വെഹിക്കിൾ എൻ്റെ മാസ്റ്ററിന്റെ ആയിരുന്നു. വെഹിക്കിൾ ഓണറിനെയും വിളിച്ച് വരുത്തി ട്രിപ്പ് പോകാൻ ഒരുങ്ങിയ ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ സാധിച്ചില്ല. വരുന്ന വഴി PD SP ഇട്ടില്ലായിരുന്നു. പാബ്ലോടെ വണ്ടിയുമായി
കൂട്ടിയിടിക്കുകയും ചെയ്തു. സോ ഈ റൂൾസൊക്കെ പീഡി ശ്രദ്ധിക്കണ്ടേ, എന്നാലല്ലേ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുള്ളൂ. എനിവേ എല്ലാം പോട്ടെ, ഇതൊക്കെ ഞാൻ കൊച്ചു തമാശകളായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എന്തൊക്കെ നടന്നെന്ന്. ഓക്കെ ബൈ. കള്ളനാണോ സാറേ? ഫുള്ള് കള്ളത്തരവാ സാറേ. ഇതിനകത്ത് ഒന്നുമില്ല, ഫൈൻ. വണ്ടിക്കതൊന്നുമില്ല സാറേ. ലല്ലു സാറേ വണ്ടി പോണ്ട. ഓക്കെ സാർ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കയറിക്കോ, നമുക്ക് പോവാം. അല്ല കപ്പസിറ്റി അല്ല. എസ്ര സാറ് വണ്ടി കയറും. സാർ വണ്ടി കയറും. ഈ സാറ് വണ്ടി കയറില്ല. വണ്ടി എടുക്കില്ല.